ഡോക്ടറെ, എൻ്റെ കുട്ടിക്കാണെങ്കിൽ ഫ്രൂട്ട്സും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട, ഓറിയോ ബിസ്ക്കറ്റ് മാത്രം മതി. ആ പേരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊച്ചു പോയി മേടിച്ചാണോ? കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വസ്തുക്കളിൽ ഒന്നാണ് ഇത്. കാരണം എല്ലാ നേരത്തെ ആഹാരവും ബാലൻസ്ഡ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ് വേണം, ഫൈബേഴ്സ് വേണം. പക്ഷേ ഈ ഒറിയോ ബിസ്ക്കറ്റിന്റെ ലേബലിലേക്ക് ഒന്ന് നോക്കിക്കേ, മൈദ, ഷുഗർ, പാം ഓയിൽ, ചോക്ലേറ്റ് ഒറിയോ ആണെന്ന് പറയുന്നത്. പക്ഷെ കോക്കോ സോളിഡ് വെറും 2% മാത്രം. പിന്നെ കുറെ കെമിക്കൽസ്, ലെവലിംഗ് ഏജൻസ്, ഇമൽസിഫയേഴ്സ്, സ്റ്റാർച്ച്, ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്സ്. ഇത് ഒരു നേരം കഴിച്ചാൽ പിന്നെ ആ നേരം വേറെ എന്തെങ്കിലും ആഹാരം കഴിക്കും? ഒന്നും കഴിക്കാൻ പറ്റത്തുമില്ല. അത് മാത്രമല്ല, ഇതിൽ അവരൊരു സെർവിങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 2 ബിസ്ക്കറ്റാണ്. അത് വലിയവരുടെ ഡെയിലി അലവൻസിന്റെ 2% അതിലേക്ക് വരും. പിന്നെ ഈ കുട്ടികളൊക്കെ ഇത് ഒരു പാക്കറ്റ് ഒക്കെ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ നേരം അടുത്ത നേരം ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, എൻ്റെ വൈഫ് പീഡിയാട്രിക്സാണ്. അവരുടെ OP-യിൽ വരുന്ന കുറെ പേർക്ക് വയറ്റിൽ നിന്ന് പോകത്തില്ല, കോൺസ്റ്റിപ്പേഷൻ ആണ്. അപ്പം അതിന്റെ ഒരു മെയിൻ കാരണം എന്താണെന്നറിയോ? ഫുൾ തിന്നുന്നത് ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റിനെ എടുത്ത് മാറ്റിക്കളഞ്ഞ് സാധാരണ നമ്മുടെ ബാലൻസ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ കൊച്ചിനൊരു കുഴപ്പമില്ല. ഒരു ചവിട്ടം കൂടെ കൊടുത്തേക്കാം. ഇത് ഫുഡല്ല, ഇത് പോയിസൺ ആണ്. വെറും കാർബോഹൈഡ്രേറ്റ്സും കുറെ കെമിക്കൽസും സോൾട്ടും പഞ്ചസാരയും. ഇതിനെ നമ്മൾ ചവിട്ടുവോ എടുത്ത് കളയോ വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടോ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതാണ് ഞങ്ങൾ ജങ്ക് ഹണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരും. ഇതിന്റെ മുതലാളികളെ ഞങ്ങളുടെ അടുത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. സത്യാവസ്ഥ ഞങ്ങൾ തുറന്ന് പറയും.